നമുക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് ഇതുണ്ട്, ഇവിടെ കുളത്ത് അയ്യും വെക്കണം. അപ്പം നമുക്കെന്ന് വെച്ചാൽ 4 ഇഞ്ച് താഴേക്ക് ഇറക്കിയിട്ട് വേണം വെക്കാനായിട്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹാഫ് ഫുട്ടാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്കിത് ഈ ഫുട്ട് ഇങ്ങനെ ഇതിൻ്റെ നോബ് കണ്ട ഈ സിബിൻ്റെ അത് ഒരു 2 ഇഞ്ചോളം അങ്ങ് താഴെ ഇറക്കി വയ്ക്കുക. എന്നിട്ട് ഇവിടെ കെട്ടിടണം. ഇനി ഇറങ്ങിപ്പോരും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം. ഹാഫ് ഫുട്ടാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, നമുക്ക് നല്ല സുഖമായിട്ട് ചെയ്യാം. ഇനി ഇങ്ങനെ ഒരു പോയിൻ്റിൽ കൂടെ അടിക്കുക. ഇവിടെ വന്ന് സൂചി കുത്തി നിർത്തി ഫുട്ട് പൊക്കി സൂചി കൈവിരൽ ഇങ്ങനെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ പോവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ സിബിൻ്റെ ഈ നോബ് ഇങ്ങോട്ട് മുകളിലേക്ക് ആക്കുക. കഴിഞ്ഞിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കറക്റ്റ് ഈ പോയിൻ്റ് കണ്ടോ, ഇവിടെ തന്നെ ഈ സിബിൻ്റെ ഇത് വരണം, ആ സംഭവം ഇത് ഇവിടെ വരണം. അത് കഴിഞ്ഞിട്ട് താഴെ 1/2 ഇഞ്ച് ഈ ഓപ്പണിങ് ഈ ഭാഗത്തുനിന്ന് താഴേക്ക് 1/2 ഇഞ്ച് സ്ക്വയർ ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇനി നമ്മൾ ഇവിടെ ഈ ഭാഗം കറക്റ്റാണോ എന്ന് നോക്കുക. ഇവിടെ ഈ 2 സൈഡും കറക്റ്റാക്കി വയ്ക്കുക. എന്നിട്ട് എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇതുപോലെ ഇവിടേക്ക് താഴേക്ക് ഇങ്ങനെ കളയണം. അല്ലെങ്കിൽ ഈ ഭാഗം കൂടി വരും. നമുക്ക് താഴേക്ക് ഇങ്ങനെ വെച്ച് കൈ ഇതുപോലെ തന്നെ വയ്ക്കുക. കൈ ഇങ്ങനെ വെച്ചിട്ട് ഫുട്ടൊക്കെ താഴ്ത്തിയിട്ട് സ്ക്വയർ ഇവിടെ തിരിക്കുക. ഇനി നമുക്ക് താഴേക്ക് മുകളിലേക്ക് 2 പോയിൻറ്റിൽ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇത് 4 ഇഞ്ചിൽ കുറച്ചും കൂടെ നീക്കി അടിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഭാഗം ഇതിനോട് ചേർത്ത് വയ്ക്കുക. ഇനി മുകളിൽ വരുമ്പോഴും നമ്മളിതുപോലെ പൊക്കി സൂചി ഫ്രീ ആക്കണം. എന്നിട്ട് വേണം നമുക്ക് സിബിൻ്റെ ഇതിനെ കുറച്ച് താഴേക്ക് ഇറക്കുക. കൈ ഇതുപോലെ തന്നെ വെക്കണം നമ്മൾ ഇവിടെ. പിന്നെ ഇവിടെ വരുമ്പോൾ കെട്ടിട്ട് ഇവിടെ പോകണം. കണ്ട, അതായത് കവർ ചെയ്ത് നല്ല ഇതിലായിരുന്നു. ഇനി നമുക്ക് ഇവിടെ കുളത്തും അയ്യും തുന്നണം ഇവിടെ.